ക്ലാസ് വിട്ടു വന്ന കുട്ടികൾക്ക് ചായക്ക് പലഹാരം നിർബന്ധമാണ് കേട്ടോ. പറഞ്ഞിട്ടും കാര്യമില്ല, അത്രയും വിശപ്പോടുകൂടിയാണല്ലോ. എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ കരുതും. ഇന്ന് എന്താ ഉണ്ടാക്കാന്ന് ആലോചിച്ചപ്പോഴാണ് ഫ്രിഡ്ജിൽ കായ ഇരിക്കുന്ന കാര്യം ആലോചിച്ചത്. എന്നാൽ പിന്നെ ഒരു കായ ബജി തന്നെ ആവാന്ന് കരുതി. ബജി ഉണ്ടാക്കാനായിട്ട് കടലമാവും മൈദയും അരിപ്പൊടിയും സമം ചേർത്തിട്ടുണ്ട്. കൂടാതെ ഉപ്പും മുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടി. രാവിലെ കഴിക്കാൻ കിട്ടിയില്ലെങ്കിലും നിർബന്ധമില്ല. പക്ഷെ വൈകുന്നേരം ക്ലാസ് വിട്ട് കഴിഞ്ഞ് എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചുവിടമ്മ എന്ന് വളരെ ദയനീയ അവസ്ഥയിൽ ചോദിക്കും കേട്ടോ. വൈകുന്നേരം കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ സ്നാക്കൊക്കെ അവരുടെ അച്ഛൻ വാങ്ങി വെക്കും കേട്ടോ. പക്ഷെ വിശപ്പ് മാറി വയറ് നിറച്ച് കഴിക്കണമെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഉണ്ടാക്കും. അപ്പോഴേക്കും മോൻ ക്ലാസ് കഴിഞ്ഞ് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരം ഞാൻ ഇത്തിരി ലേറ്റ് ആയിട്ട് ഉണ്ടാക്കാം, കാരണം ചൂടായിട്ട് തന്നെ അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമല്ലോ എന്ന് കരുതി. നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ അതിൻ്റെ ചൂടാറിപ്പോകത്തില്ലേ, അതുകൊണ്ടാണ്. വന്ന പാടെ ഒരാൾ നാരങ്ങ വെള്ളം കലക്കി കുടിക്കുന്നു. ചോദിച്ചപ്പോൾ ചായ വേണ്ട, നാരങ്ങ വെള്ളം മതി, അത്രയും ദാഹം ഉണ്ടെന്ന്. ബജിക്കുള്ള ബാറ്റർ തയ്യാറാക്കി ഞാൻ അരമണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കായ അരിഞ്ഞ് വളരെ സ്ലൈസ് ആയിട്ടോ കായ അരിഞ്ഞ് അതും അരിഞ്ഞിട്ട് ഇതാ മുക്കി പൊരിച്ചെടുക്കുന്നുണ്ട്. ക്ലാസ് വിട്ട് വന്നു കഴിഞ്ഞാൽ അവർ ആദ്യം വരുന്ന അടുക്കളയിലേക്കായിരിക്കും ഇന്ന് എന്താ കഴിക്കാനായിട്ട് പ്രത്യേകിച്ചുള്ളതെന്ന്. ഇന്ന് ബജി കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ മോനും മോൾക്കും. മുളക് ബജി പെട്ടെന്ന് മടുക്കും കേട്ടോ മക്കൾക്ക്. കായബജി ആകുമ്പോൾ അത്ര പെട്ടെന്ന് മടുക്കില്ല. മുളക് ബജിയേക്കാൾ അവർക്ക് ഇഷ്ടം കായബജി തന്നെയാണ്. രണ്ടുപേർക്കും അത് തന്നെയാണ് ഇഷ്ടം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ.